the responsibility given to me is to introduce a very, very dear friend, a woman I'm so proud of. She is well known. We all know her. She's a pride and joy for our community. A graduate of Cordia Medical College and a postgraduate of Weill Cornell University. Presently, she is the Director of Cardiac Services at the North Well Rego Park and faculty in cardiovascular diseases at North Shore University Hospital. As a fellow of the American College of Cardiology and a recipient of the prestigious Women in Cardiology Award from the American Heart Association, she serves on the Women's Council of the American College of Cardiology. She has won several recognitions including Tri-State Excellence Award in Medicine, Patient's Choice Award, Compassionate Physician Recognition, etc. A well-known speaker and a writer, she has chaired many distinguished seminars and has professional and non-professional publications to her credit. Please put your hands together for Dr. Nisha Pillai. ആദരണീയരായ സഹപ്രാസംഗികരെ, ബഹുമാന്യരായ സഹകരണ ഭാരവാഹികളെ, പ്രിയമുള്ളവരെ, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങി കേരളത്തിലോടൊന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മളൊക്കെ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗുണ്ട്, എന്തൊരു മാറ്റമാണ് നമ്മുടെ നാടിന്. കേരളത്തിന് ഒരു 30 വർഷം കൊണ്ട് ഉണ്ടായ ഈ മാറ്റത്തിന് കാരണം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ഓർമ്മ വരിക. അല്ലെങ്കിൽ WHO കൊണ്ട് ഒരു കേരള മോഡൽ ഡെവലപ്മെന്റിനെ കുറിച്ച് എന്താണ് പറയിപ്പിച്ചതെന്ന് ചിന്തിച്ചാൽ, ഒന്നാമത്തെ കാര്യം ഫീമെയിൽ ലിറ്ററസി ആയിരിക്കും. രണ്ടാമത്തെ കാര്യം ഒരുപക്ഷെ കേരളത്തിന് പറയാനുള്ളത് ഒരു പ്രവാസത്തിന്റെ കഥയാണ്. നഴ്സിംഗ് വിദ്യാഭ്യാസത്തിനെ കൈപിടിച്ച് ഒരു 10-30 വർഷം മുമ്പ് അവിടുത്തെ കുറെ പെൺമക്കൾ നോർത്ത് ഇന്ത്യയിലേക്കും അവിടെ നിന്ന് ഗൾഫിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ കുടിയേറി. അവർക്ക് ആദ്യകാലങ്ങളിൽ ഇവിടെ വന്നപ്പോൾ ഒഴുക്കുള്ള ഇംഗ്ലീഷിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, അവരുടെ ഒപ്പം അവരുടെ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നില്ല, അവർക്ക് വണ്ടി ഉണ്ടായിരുന്നില്ല, അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അവര് 3-4 പേര് ഒന്നിച്ച് താമസിച്ചു. ആദ്യം നഴ്സിംഗ് ഹോമുകളിലും ആശുപത്രികളിലും ജോലി കിട്ടിയവർ കുറെ വന്നവരെ സഹായിച്ചു. അവര് മുട്ടത്തെ സ്നോയില് കാറിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്ത് ജോലി തേടി നടന്നു. പക്ഷെ വളരെ വേഗം അവര് സ്വയം ഇവിടെ അസിമിലേറ്റ് ചെയ്തു. അവരുടെ ഹസ്ബൻഡ്സിനെ കൊണ്ടുവന്നു, സഹോദരങ്ങളെ കൊണ്ടുവന്നു, നാട്ടിലെ പേരൻസിന് വലിയ വീട് വെച്ചു കൊടുത്തു. അങ്ങനെ കുറെ പെൺകുട്ടികളുടെ ജീവിതം മാറിയതിനൊപ്പം കുറെ കുടുംബങ്ങളുടെയും ഒരു സമൂഹത്തിന്റെയും ഒരു നാടിന്റെയും തന്നെ മുഖച്ഛായ മാറിപ്പോയി. ഒരു മലയാളി പ്രവാസി പെൺ സമൂഹത്തിൽ നിന്നുകൊണ്ട് ബോൾഡ് ഫോർ ചേഞ്ച് എന്ന വിഷയത്തെക്കുറിച്ച് ആ അമ്മമാരെ, ചേച്ചിമാരെ, ആന്റിമാരെ ഒന്നും ഓർക്കാതെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ അവർക്ക് വേണ്ടി ഇന്നത്തെ സെമിനാർ സമർപ്പിക്കട്ടെ. ബോൾഡ് ഫോർ ചേഞ്ച് എന്ന വിഷയം കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് എന്തോ ഒരു പോരായ്മയുണ്ട്, ഒരു സ്റ്റാറ്റസ് കോയ്ക്ക് ഒരു ചേഞ്ച് വേണം, ഇത് ഇപ്പോൾ ഉള്ള അവസ്ഥ അത്ര ശരിയല്ല. പക്ഷെ സത്യത്തിൽ മാറ്റം നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണോ? മാറ്റം സമൂഹത്തിന്റെ ഒരു രീതി തന്നെ, അല്ലെങ്കിൽ പ്രകൃതിയുടെ രീതി തന്നെയാണ്. ഒരു 100 വർഷം മുമ്പുണ്ടായിരുന്ന വാർത്താവിനിമയ സൗകര്യങ്ങളോ, 100 വർഷം മുമ്പുണ്ടായിരുന്ന വാഹന സൗകര്യങ്ങളോ, 100 വർഷം മുമ്പുണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതിയോ വൈദ്യശാസ്ത്ര രീതിയോ ഒന്നുമല്ല ഇന്ന് നമുക്കുള്ള. അപ്പൊ നമുക്ക് വേണ്ടെങ്കിലും ലോകം മാറിക്കൊണ്ടേയിരിക്കുന്നു. സത്യത്തിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത തരത്തിലാണ് ഇന്നത്തെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. പക്ഷേ നമ്മൾ ഭയപ്പെടുന്നത് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിനൊപ്പം ഒരു സ്ത്രീവിരുദ്ധത ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള ഭയമാണ്. കാരണം ഇപ്പോൾ ഗർഭസ്ഥ ശിശുവിന്റെ അംഗവൈകല്യങ്ങൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന അൾട്രാസൗണ്ട് ഇസ് എ ഗ്രേറ്റ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. പക്ഷെ അത് ഉപയോഗിച്ച് പെൺഭ്രൂണഹത്യ ചെയ്യുന്നിടത്താണ് ഒരു സ്ത്രീവിരുദ്ധതയുള്ളത്. ആൺമക്കൾക്കൊപ്പം പെൺകുട്ടികളെ സ്കൂളിൽ അയക്കാൻ പേരൻസ് തീരുമാനിച്ചത് ഇസ് എ ഗ്രേറ്റ് ഡെവലപ്മെന്റ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അങ്ങനെ സ്കൂളിൽ പോകുന്ന ഒരു പെൺകുട്ടിയെ ഒരു സ്കൂൾ ബസ് ഡ്രൈവറോ അല്ലെങ്കിൽ പ്രേമം നടിച്ച് അവളെ തട്ടിക്കൊണ്ടുപോയി പെൺവാണിഭക്കാർക്ക് വിൽക്കുന്ന ഒരു ബസ് കണ്ടക്ടർക്കോ അവളിലേക്ക് ഒരു ആക്സസ് ഉണ്ടെന്നുള്ളിടത്താണ് നമുക്കൊരു ആശങ്കയുള്ളത്. അല്ലെങ്കിൽ അവൾ ജോലി ചെയ്തൊരു പുരുഷന്റെ ഒപ്പം ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൾക്ക് പുരുഷന്റെ ഒപ്പം വേതനം കിട്ടുന്നില്ല എന്നുള്ളിടത്താണ് ഒരു സ്ത്രീ വിരുദ്ധതയുള്ളത്. ഇനി അതും പോട്ടെ, അവൾ കല്യാണം കഴിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ കാര്യേഷു മന്ത്രി കർമ്മേഷു ദാസി രൂപേഷു ലക്ഷ്മി ശൈനേഷു വേശ്യ
എന്താണ് ക്ഷമയാധനത്രി എന്ന് വേണ്ട അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ടാർഗറ്റുകൾ, ഐഡിയലൈസേഷന്റെ വലിയ വലിയ ടാർഗറ്റുകൾ അവളുടെ മുമ്പിൽ വെച്ച് നീ ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ളവരോട് പറയുന്നു. ഇനി പോട്ടെ, വയസ്സായി കുറച്ച് പ്രായമായി ഭർത്താവൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, ഭാര്യ മരിച്ച ഒരു സ്ത്രീയെ നമ്മൾ ഒരശുഭമായിട്ടൊന്നും കാണാറില്ല. പക്ഷെ ഭർത്താവും മരിച്ച് വിധവയായി കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളിൽ നിന്നൊക്കെ അവരെ ഒന്ന് മാറ്റി നിർത്തുക. ഈ തരത്തിലുള്ള കുറെ നമ്മുടെ ഒരു സൈക്കിയിലൊരു വ്യത്യാസം വേണം നമുക്ക് തോന്നാറുണ്ട്. ഇനി ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം സമൂഹത്തിന്റെ ഈ സൈക്കിയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ പെരുപ്പിക്കുന്ന ജേർണലിസ്റ്റുകളാണ് ഇവർ, അല്ലെങ്കിൽ അവളെ എന്താണ് പാർശ്വവൽക്കരിക്കുന്ന പുരുഷനാണെന്നൊക്കെ പറയുന്നിടത്താണ് പല ആണുങ്ങൾക്കും പെണ്ണുങ്ങൾ കൂടുന്ന മീറ്റിങ്ങുകളിൽ വരിക പോലും വേണ്ട. കാരണം അവരുടെ വിചാരം ഇവിടെ മുഴുവൻ പുരുഷ വിരോധമാണ്. നമ്മൾ കാണുമ്പോൾ കഴിഞ്ഞ ദിവസം ആരും ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നുണ്ട്, എഴുതിയ ആളെ കൂടെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇത് സ്ത്രീകൾ കൂടുന്നത് പുരുഷന്മാരുടെ കുറ്റം പറയാനോ അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളുടെ കാരണം സമൂഹമാണെന്ന് പറയാനില്ല. കാരണം നമ്മൾ അതിനെയൊക്കെ നന്നാക്കിയിട്ട് നമ്മൾ നന്നാകാം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ പട്ടി അതിന്റെ വാലെ പിടിക്കാൻ ശ്രമിക്കുന്ന പോലെ ഒരു എക്സസൈസ് മാത്രമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ സത്യത്തിലും വ്യത്യാസം ഉണ്ടാവേണ്ടത് നമുക്ക് തന്നെയാണ്. നമ്മൾ ചേഞ്ചസ് ഉണ്ടാവേണ്ടത് ആന്തരികമായിട്ടാണ്. രണ്ട് മേഖലയിലാണ് സത്യത്തിൽ ബോൾഡ് ഫോർ ചേഞ്ച് എന്ന വിഷയത്തെ നമ്മൾ അഭിഗ്രഹിക്കേണ്ടത്. ആദ്യം നമ്മൾ ചേഞ്ചിനെ തന്നെ അഭിഗ്രഹിക്കുക. എവിടെയാണ് ചേഞ്ച് വേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കുക. ഓടുന്ന പട്ടിക്ക് ഒരു പുഴം മുമ്പേ എന്ന് പറയാറുണ്ട്. അപ്പൊ ലോകം, ഞാൻ പറഞ്ഞു, നമ്മുടെ ബുദ്ധിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത തരത്തില് ലോകം ഫാസ്റ്റ്ലി ഡെവലപ്പിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനൊരു മുഴം മുമ്പേ നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മളും അതിനൊപ്പം മാറണം. ഒരു പുതിയ ഗാഡ്ജറ്റ് നമ്മുടെ സമൂഹത്തിലുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു പുതിയ കമ്പ്യൂട്ടർ ടെക്നോളജി വന്നാൽ പൊതുവെ പെണ്ണുങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ടോ, ഹസ്ബൻഡിനും പിള്ളേർക്കും ഒക്കെ അത് ഉപയോഗിക്കാൻ അറിയാം, ഞാനതൊന്നും പഠിച്ചില്ല. അപ്പൊ നമുക്കൊന്നും അറിയില്ല എന്ന് പറയുന്നത് എന്തോ ഒരു ക്രെഡിറ്റ് പോലെയാ. അതൊന്നും നമ്മുടെ കാര്യങ്ങളല്ല. ഒരു മോർഗേജിന് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ടാക്സ് ചെയ്യാൻ അതൊക്കെ ഭർത്താവിന്റെ ജോലിയാണ്. അല്ലെ ഈ കുക്കിംഗ് അല്ലെങ്കിൽ എന്റെ ജോലി അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പുരുഷന്റേതാണെന്ന് വെക്കുന്നത്, അതൊന്നും ഞാൻ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് വെക്കുന്നിടത്ത് തന്നെ നമ്മളെ ലിമിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ എവിടെയൊക്കെ സ്വയം ലിമിറ്റഡ് ആവുന്നു അതൊക്കെ നമ്മുടെ പരിമിതി തന്നെയാണ്. യഥാശക്തി തഥാസ്ഥിതി എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മുടെ സ്ഥിതി മെച്ചപ്പെടണമെങ്കിൽ ആദ്യം നമ്മുടെ ശക്തി മെച്ചപ്പെടണം. നമ്മുടെ ശക്തി മെച്ചപ്പെടണമെങ്കിൽ ലേൺ എവറിത്തിങ് ന്യൂ. ഞാൻ പറയണത് ശാരീരികമായിട്ട് പെണ്ണൊരിക്കലും പുരുഷനെ പോലെ ആവാൻ ശ്രമിക്കേണ്ട, ബിക്കോസ് യു ആർ നോട്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ബൗദ്ധികമായിട്ട് നിങ്ങൾ ഒരിക്കലും പുരുഷന്റെ പുറകിലല്ല. പുരുഷന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മേ ബി മൾട്ടി ഫാസറ്റഡ് ആണ് പെണ്ണ്. അത് മെഡിക്കൽ സയൻസും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പുരുഷന് പല കാര്യങ്ങളും ഒരു സമയത്ത് ചെയ്യാൻ പറ്റില്ല, പക്ഷെ സ്ത്രീക്ക് അതും കൂടെ ചെയ്യാൻ പറ്റും. ബുദ്ധിപരമായിട്ട് പുരുഷനെക്കാട്ടിൽ ഒട്ടും പിറകിലല്ല സ്ത്രീ. ചേഞ്ച് വേണ്ടത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാത്രമാണ്. അപ്പൊ ദാറ്റ് ഇസ് ദ ചേഞ്ച് വി ആർ ടോക്കിംഗ് അബൌട്ട്. ഇനി എനിക്കറിഞ്ഞൂടെ നിങ്ങൾ എത്ര പേര് ഒരു മുത്തശ്ശിക്കഥ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ട്. അതിനകത്തൊരു മുത്തശ്ശിയുണ്ട്. ഈ പുതിയ ടെക്നോളജി ആയിട്ട് പുതിയ ലോകമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാതെ ചട്ടയും മുണ്ടും ഇട്ട് നടന്ന് ചുറ്റുമുള്ളവരോടൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വീട്ടുകാർക്കും കൂടെ ജീവിതം ദുരിതമാക്കി നടക്കണം ഒരു മുത്തശ്ശി. പക്ഷെ അവരോടൊപ്പം കുറച്ച് ദിവസം ജീവിക്കാൻ വന്ന ഒരു അനിയത്തിയെ കണ്ട് ഇൻസ്പയർഡ് ആയി അവർ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ച് അവരവരുടെ ജീവിതം മാറ്റി കഴിഞ്ഞപ്പോൾ ഹൗ ദ ഹോൾ ഫാമിലി ചേഞ്ച് എന്നാണ് ആ സിനിമയുടെ ഒരു തീം. അപ്പോ ഇത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നമ്മൾ മാറിയാൽ യു വിൽ ചേഞ്ച് ദ വേൾഡ്, യു വിൽ ചേഞ്ച് യുവർ ഓൺ വേൾഡ് ആൻഡ് യു വിൽ ചേഞ്ച് ദ വേൾഡ് ഓഫ് ദ പീപ്പിൾ അറൌണ്ട് യു. ഇതിന് ഇൻസ്പിറേഷൻ കൊണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു ഐപാഡ് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഈ 63-ാമത്തെ വയസ്സിൽ അമ്മ ഇപ്പൊ ഐപാഡൊക്കെ ഉപയോഗിച്ച് ഫേസ്ബുക്കിൽ അമ്മയുടെ അനിയത്തിമാരുടെയും കുട്ടികളുടെയും ഒക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്നോട് രേഖയോട് ഒന്നും ചോദിക്കാൻ അമ്മയ്ക്ക് കാര്യങ്ങൾ അറിയാം. ഇപ്പൊ ആ തരത്തില് പുതിയ ടെക്നോളജി വരുമ്പോൾ യു ഹാവ് ടു ലേൺ ടു മൂവ് വിത്ത് ഇറ്റ്. അതൊന്ന്. രണ്ടാമത്തേത്, വേർ ഇസ് ദ ബോൾഡ്നെസ് യു ആർ ടോക്കിംഗ് അബൌട്ട്. പെണ്ണുങ്ങൾക്ക് പൊതുവിൽ ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ അതിനെ എല്ലാം പ്രോബ്ലംസ് ആയിട്ട് കാണുന്നവരാണ്. നമ്മളതിനെ പ്രോബ്ലമായിട്ട് കാണുന്നു എന്ന് മാത്രമല്ല, ആ പ്രോബ്ലങ്ങളിലെല്ലാം നമ്മളെ വിക്റ്റിമായിട്ടാണ് കാണുന്നത്. അയ്യോ, എനിക്കൊരു അമ്മായിയമ്മയുണ്ട്, എനിക്കൊരു ഭർത്താവുണ്ട്, എനിക്ക് ഒരു ബോസ് ഉണ്ട്, എനിക്ക് കുറെ കുട്ടികളുണ്ട്. ഇവരെല്ലാം പ്രശ്നക്കാരും ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ കാരണം ഞാനങ്ങ് അനുഭവിക്കുന്ന ഒരാളുമാണ്. ഞാൻ അതിന്റെ വിക്റ്റിമാണ്. ആ വിക്റ്റിമാകുന്ന ആ മനോഭാവത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷം എന്താ വെച്ചാൽ ഈ വിക്റ്റിമൈസേഷനെ കുറിച്ച് നമ്മൾ കുറച്ച് പേരോടൊക്കെ അങ്ങ് പറഞ്ഞിട്ട് അയ്യോ ഒരു പാവം. നമുക്ക് സ്വയം ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡെഫിനേഷൻ അതാ പാവം. നമ്മൾ ഈ പാവം ആകാൻ വേണ്ടിയിട്ടാണ് പലയിടത്തും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ സ്വയം ആ പാവത്തിലേക്ക് പോകാനാണ് നമ്മൾ ശ്രമിക്കുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്ന് ചിന്തിച്ചിട്ട് ആ പാവം ആകുന്നതില് നമ്മൾ ആ പ്രോബ്ലത്തെ കാണുമ്പോഴാണ് നമുക്ക് ആ വീക്ക്നെസ് ഉണ്ടാകുക.
അതേ കണക്കിന് അതിനെ നിങ്ങളൊരു ചലഞ്ചായിട്ടൊന്ന് കണ്ടു നോക്കിക്കേ, നിങ്ങൾക്ക് നേരിടാനുള്ള ഒരു പ്രതിസന്ധിയായിട്ടൊന്ന് കണ്ടു നോക്കിക്കേ. അപ്പോ നിങ്ങളിൽ ഉണ്ടാകുന്നത് ഒരു ഫൈറ്ററുടെ മനസ്സാണ്. ആ പാവത്തിൽ നിന്ന് നിങ്ങൾ പവർഫുൾ ആവും. ആ പവർഫുൾ ആവേണ്ട ആ ട്രാൻസിഷനാണ് ഓരോ പെണ്ണുമായിട്ട്. നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രോബ്ലം ഇല്ല, നിങ്ങളുടെ മുമ്പിലുള്ളത് ചലഞ്ചസ് മാത്രമാണ്. നിങ്ങളൊക്കെ ഒരുപക്ഷെ ഈ അടുത്ത ദിവസങ്ങളിൽ മലയാള മനോരമയിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ കഥ വായിച്ചു കാണും. മാളു എന്നാണ് അവളുടെ പേര്. പേരൻസ് സെപ്പറേറ്റഡ് ആയപ്പോൾ ജീവിക്കാൻ മാർഗമില്ലാത്ത കുട്ടി 8ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യാൻ പോയതാണ്. അപ്പൊ അവളെ രക്ഷിച്ച മനുഷ്യൻ അവളോട് പറഞ്ഞു, ജീവിക്കുകയാണ് നിന്റെ ദൗത്യം. അവിടെ മുതൽ വീട്ടുവേല ചെയ്ത് ഹോട്ടലുകളിൽ ജോലി ചെയ്ത് പിന്നെ ഓട്ടോറിക്ഷ ഓടിച്ച് വീട്ടുവേല ചെയ്ത് സ്കൂളിൽ പോയി, ഓട്ടോറിക്ഷ ഓടിച്ച് അവൾ കോളേജിൽ പോയി. അത് കഴിഞ്ഞ് ഇപ്പൊ വേമ്പനാട് കായലിന്റെ ഏറ്റവും വീതി കൂടിയ സ്ഥലത്തൂടെ നീന്തി റെക്കോർഡ് ഇട്ടു. ഇപ്പൊ IAS പഠിക്കുന്നു, ഓടിക്കുന്നത് കണ്ടെയ്നർ ലോറികൾ. അപ്പോ ഫാസിനേറ്റിംഗ് സ്റ്റോറിയാണ് ആ കുട്ടിയുടേത്. 10-24 വയസ്സുണ്ടാവും. അപ്പോൾ ജീവിതത്തെ നമുക്കൊരു പ്രോബ്ലം ആയിട്ട് കണ്ട് അതിന്റെ മുമ്പിൽ നമുക്ക് വീക്കാകാം. അറ്റ് ദ സെയിം ടൈം ജീവിതത്തെ നമുക്കൊരു ചലഞ്ചായി കണ്ട് അതിന്റെ മുമ്പിൽ സ്ട്രോങ് ആകും. അപ്പൊ നമുക്ക് ചേഞ്ച് ഉണ്ടാവേണ്ടത് സ്വയവും ആ ചേഞ്ചിനുണ്ടാവേണ്ട ധീരത ഈ തരത്തിൽ വഹിക്കണം അതാണ് സത്യത്തിൽ ഇന്നത്തെ ബോൾഡ് ഫോർ ചേഞ്ചിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഓരോ പെണ്ണും ഒരു ചിറവുള്ള പക്ഷിയാണെന്നാണ് ഞാൻ പറയുക. കാരണം അവളുടെ സത്യത്തിൽ സ്ത്രൈണതയുടെ കരുത്തും ദുർബലതയും തന്നെയാണ്. പ്രകൃതി പെണ്ണിനെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അവളുടെ ശക്തിയുള്ള ചിറകെന്ന് പറയുന്നത് അവളുടെ ഈ മാതൃഭാവമാണ്. പെണ്ണിന്റെ ഏറ്റവും വലിയ കരുത്ത് സത്യത്തിൽ അവളുടെ മാതൃഭാവമാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രസവ വേദനയുടെ അവസാനം ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത രാത്രികളിൽ കൂടെ നെഞ്ചിൽ അമൃതേറ്റി അല്ല കുഞ്ഞിനെ വളർത്താൻ നമുക്ക് സാധിക്കുന്നു. വലിയ ത്യാഗത്തിന്റെ കഥയാണ് അമ്മയുടെ കഥ. അല്ലെങ്കിൽ ഒരു തിരുത്തേണ്ട ഒരു കാര്യം കണ്ടാൽ ഒന്ന് ശകാരിക്കാനോ വേണ്ടി വന്ന 2 പൊട്ടിക്കാനോ ഉള്ള അമ്മമാരുടെ കഴിവുകളിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും നമ്മളായത്. അപ്പൊ അത് സർഗമായിട്ട് പെണ്ണിന്റെ കരുത്ത് തന്നെയാണ്. അതാണ് അവളുടെ സ്ട്രോങ് വിങ്. ആ സ്ട്രോങ് വിങ് നമുക്ക് എല്ലാ മേഖലകളിലേക്കും കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ സ്നേഹം, നമ്മുടെ ത്യാഗം, നമ്മുടെ കരുത്ത്, നമ്മുടെ സഹനം ഒക്കെ നമ്മുടെ പവറാണ്. പക്ഷെ നമ്മുടെ വീക്ക്നെസ് ഉണ്ട്, നമ്മുടെ ആ വയ്യാത്ത ചിറവുണ്ട്. ആ വയ്യാത്ത ചിറക് ഈ പറഞ്ഞ പോലെ പ്രകൃതി നമുക്ക് കരിഞ്ഞു തന്നിട്ടുള്ളതാണ്. ആ വയ്യാത്ത ചിറക് നമ്മുടെ ഈ മമത്വ ബോധമാണ്. നമുക്ക് ഭയങ്കര ഓണർഷിപ്പ് ഉണ്ട് ഓൺ അവർ ഓൺ തിങ്സ്. എന്റെ കുട്ടികൾ, എന്റെ കുടുംബം, എന്റെ ഭർത്താവ്, എന്റെ വീട്ടുകാര്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം പുരുഷന്മാരെ പോലെ നമുക്ക് അത്ര ഡിറ്റാച്ച്ഡ് ആവാൻ പറ്റാത്തതാണ്. നമ്മൾ ഇൻവോൾവ് ആവുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെ സ്ട്രോങ്ലി ഇൻവോൾവ് ആണ്. നമ്മൾ 100% ഇൻവോൾവ് ആണ്. ആ ഇൻവോൾവ്മെന്റ് പലപ്പോഴും നമ്മുടെ ഒരു മമത്വബോധമായിട്ട് മാറി എന്റെ എന്നുള്ളത്. അപ്പൊ അത് കളയണമെന്നല്ല ഞാൻ പറയുന്നത്. കാരണം അത് കളഞ്ഞാൽ ഈ ലോകത്തിന് നിലനിൽപ്പില്ല. പെണ്ണിന് അത്രയും എല്ലാ കാര്യങ്ങളിലും എന്റെ ഭാവം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ലോകത്തെ ആസെറ്റ്സ് നിലനിർത്താൻ പറ്റുന്നത്. പക്ഷെ ആ മമത്വബോധത്തെ, ആ വീക്ക്നെസ്സിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യും എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇതുപോലുള്ള വിമൻസ് ഫോറങ്ങളുടെ പ്രസക്തി. കാരണം വേർ യു ആർ വീക്ക് യു നീഡ് ടു എംബ്രേസ് വൺ അനദർ. അങ്ങനെ നമ്മൾ പരസ്പരം കെട്ടിപ്പിടിക്കാൻ തയ്യാറായെങ്കിൽ we will support that weak wing of the other person. അങ്ങനെ ആയാൽ we will all be able to fly to greater heights. അപ്പോൾ let's learn to embrace each other. ഇതുപോലെയുള്ള വേദികളിൽ വരുമ്പോൾ let's learn to admire smarter women. Let's learn to raise smarter women. Let's learn to become smarter women. അങ്ങനെ ആകുമ്പോൾ and when we hug each other where we can support each other's weakness, we'll all fly to greater heights. ഇനി മുതൽ സത്യത്തിൽ എൻ്റെ മോളൊക്കെ വളർന്നു വരുമ്പോഴേക്ക് ഒരു ദിവസം മാത്രമല്ല ഇന്റർനാഷണൽ വിമൻസ് ഡേ, എവറി ഡേ ഷുഡ് ബി വുമൻസ് ഡേ എന്ന് പ്രത്യാശിക്കുന്ന ആളാണ് ഞാൻ. അതിലേക്ക് ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആണുങ്ങളെ, കാരണം പുരുഷന്മാരുടെ ഇപ്പൊ ജിബി പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാൻ വയ്യാത്ത വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം. നോ വേ, ഞങ്ങൾക്ക് ചെയ്യാൻ വയ്യാത്ത ഒന്നും ഉണ്ടായിട്ട് നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യം വരികയില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.